വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന രീതിക്ക് 2 ടൈപ്പ് വേദനകളും അതുപോലെ ഈ പറയുന്ന രീതിക്ക് നിങ്ങൾക്ക് പറയുന്ന ഭാഗത്തെ ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ 3 വേദനകളും നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ വയറിലാണ്. ഈ വൈറൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനയും അതുപോലെ ചൊറിച്ചിലും ഒക്കെ വയറിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ 3 ലക്ഷണങ്ങളും നിങ്ങൾക്ക് മാറി മാറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് പീരിയഡ്സ് വരാൻ പോകുന്നത് പോലുള്ള വേദനയാണ്. അതുപോലെ തന്നെ നമ്മുടെ വജൈനയിലും ബ്ലഡ് എവിടെയോ കെട്ടിക്കിടക്കുന്നുണ്ട്, അത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു വേദനയും അനുഭവപ്പെടുന്നു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണിത്. കാരണം നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മസിൽസ് അവിടെ സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്നു. ഇനി നമുക്ക് പീരിയഡ്സ് വരുന്ന സമയത്ത് മസിൽസിന് അവിടെ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു. ഇത് രണ്ടും സംഭവിക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന വേദന ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ, അതായത് ആ ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസം, ആ സ്പോട്ടിങ് നമുക്ക് കണ്ടു തുടങ്ങുന്ന ദിവസം ഉണ്ടാകുന്ന വളരെ ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ, ഇത് പീരിയഡ്സിന്റെ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള രീതിക്ക്, അതായത് നമ്മൾ നോക്കുന്നതിന് മുൻപ് തന്നെ വേദന വരുന്നുണ്ട്, പീരിയഡ്സ് ആവാറായി അല്ലെങ്കിൽ പീരിയഡ്സ് ആയി എന്ന് നമ്മൾ ഊഹിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയുണ്ടല്ലോ, ഈ വേദനയായിരിക്കും നിങ്ങൾക്ക് റെക്കറന്റ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വജൈനയിലും നമുക്ക് അതുപോലുള്ള സെൻസേഷൻ ആയിരിക്കുന്നത്. ചോര വരുന്നുണ്ട് അല്ലെങ്കിൽ ചോര പോകുന്നതിന് മുൻപ് നമുക്കുണ്ടാവുന്ന വജൈനയിൽ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടാവുമല്ലോ, അതിന്റെ ആ ഒരു പോർഷനിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. ഈ ഒരു വേദന നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്, പക്ഷെ ബ്ലീഡിംഗ് ഒട്ടും തന്നെ ആകുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു വേദന വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും. യൂട്രസ് എക്സ്പാൻഡ് ആവാതിരുന്നിട്ട് അതിന്റെ മസിൽസ് ഒക്കെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് പെട്ടെന്ന് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് അങ്ങനെ നമ്മൾ കൈ ചുരുട്ടി വെക്കുന്ന കൈ പ്രഷർ കൊടുത്ത് കൈ തുറക്കുമ്പോഴുണ്ടാകുന്ന ഒരു എഫക്ട് നമുക്ക് ഉണ്ടാവുമല്ലോ, ഇതേ എഫക്ട് തന്നെയാണ് നമ്മുടെ യൂട്രസിലും ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള എല്ലാ മസിൽസിലും അതിന്റെ എഫക്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പീരിയഡ്സ് ആകുന്നത് പോലുള്ള വേദന വരുന്നത് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വേദന വന്നിട്ട് നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നില്ലെങ്കിൽ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പീരിയഡ്സ് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഡോക്ടർ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെടുത്ത് കഴിക്കരുത്. ഉലുവാവെള്ളം കുടിക്കരുത്, ഇഞ്ചിവെള്ളം കുടിക്കരുത്. അതുപോലെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സോ ഫിസിക്കൽ കോൺടാക്റ്റോ ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം പ്രഗ്നൻസി ആകുമ്പോഴും നമുക്കിതുണ്ടാകും. അതിൽ അനുഭവപ്പെട്ട ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ നമുക്ക് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്ന ആ ഒരു പോർഷനിലായിരിക്കും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഓവുലേഷൻ നടന്നത് ലെഫ്റ്റ് ഭാഗത്തുനിന്നാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടും കൂടുതൽ ചാൻസ് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്താണ്. റൈറ്റ് ഭാഗത്ത് ഉണ്ടാവില്ല എന്നല്ല, ഏതെങ്കിലും നമ്മുടെ പൊക്കിളിന് ഇടതുവശത്തോ വലതുവശത്തോട്ടോ ആയിരിക്കും നമുക്ക് ഏറ്റവും ആദ്യം ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. യൂട്രസ് അങ്ങനെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വയറ് ചാടിയിട്ടുള്ള ഒരാളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വയറ് വികസിക്കാനായിട്ട് തുടങ്ങുമല്ലോ. വികസിക്കാൻ തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും, സ്കിന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ഈ ഡ്രൈനെസ് നമുക്ക് കൂടി വരുമ്പോഴേക്കും നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ നല്ലതുപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇത് ഏതെങ്കിലും ഒരു വശത്തായിരിക്കും ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ പൊക്കിളിന്റെ നേരെ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നത്. ഇതുപോലെ വേദന ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ കൈനകം വെച്ചിട്ട് നിങ്ങൾ മാന്തുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനായിട്ട്, അതായത് വയറിൽ ഒരുപാട് ഇങ്ങനെ വര പോലെയുള്ള പാടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇച്ചിങ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോയിസ്ചറൈസറോ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിന്ന് ഡ്രൈ ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്കിന്നിനെ കുറച്ചൊന്ന് ഓയിലി ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ. അതല്ലാതെ കൂടുതലായിട്ട് മാന്തുന്നത് ശരീരത്തിന് നല്ലതല്ല. ഇങ്ങനെയുള്ള സമയത്ത് ചൊറിച്ചിലുണ്ടാകുമ്പോഴേക്കും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നതിനെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതും ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ലോവർ പോർഷനിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നതാണ്. നമ്മുടെ പൊക്കിളിന് മുകളിൽ
പൊക്കിളിലോട്ടുള്ള പോർഷനിലല്ല, പൊക്കിളിന്റെ നേരെ താഴെയുള്ള പോർഷനിൽ എന്തോ അവിടെ ഒരു ഭാരം കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള രീതിക്കായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്ന പോർഷനിലായിരിക്കും നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. എസ്പെഷ്യലി നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ പോർഷനിലെ മിഡിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അരക്കെട്ടിന് നേരെ അടുത്തായിട്ടുള്ള ഒരു പോർഷനിൽ എന്തോ ഭയങ്കര ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം കുഞ്ഞവിടെ വളരാനായിട്ട് തുടങ്ങി, ഒരു ഭ്രൂണം അവിടെ ജനിച്ചത് വളർന്നു തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഒരു വലിപ്പം വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ നല്ലതുപോലെ ഹെവിനെസ് അനുഭവപ്പെടുന്നത് കേട്ടോ. നമ്മളൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സെൻസേഷൻ. നമ്മളൊന്ന് തൊട്ട് നോക്കിയെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് അമർത്തി തൊട്ട് നോക്കിയെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റില്ല കേട്ടോ. അത് ഓർത്ത് ആരും വിഷമിക്കേണ്ട എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്നാൽ അമർത്തി അമർത്തി തൊട്ട് നോക്കാം എന്നല്ല. കാരണം നമ്മളിപ്പോൾ പ്രഗ്നൻസി ആയോ ഹെവിനെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമർത്തി അമർത്തി അവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വയറ് കൂടുതലും നീര് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വയറ് നീര് വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ, വയറ് ഹെവിനെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴായിട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വയറ് നീര് വീഴാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും, നമുക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഹെവിനെസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് തൊട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇത്രയും മാറ്റം കൂടാതെ 10ലധികം വയറിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 10 early pregnancy stomach changes in റിജോസ് വേൾഡ് എന്ന് നിങ്ങൾ ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. കുഞ്ഞു വളരുന്നത് വയറിലായതുകൊണ്ട് തന്നെ മെജോറിറ്റി മാറ്റങ്ങളും നമുക്ക് വയറിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. വയറിൽ നമുക്ക് വേദന ഉണ്ടാകും, കുത്തുന്നത് പോലുള്ള വേദന ഉണ്ടാകും, കൊളുത്തി പിടിക്കുന്നത് പോലുള്ള വേദന ഉണ്ടാകും. ഇതൊക്കെ റെക്കറന്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് മിസ്സായതിനു ശേഷം 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് മുൻപ് നിങ്ങൾ യൂറിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ആ പ്രഗ്നൻസി HCG ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഹോർമോൺ അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫെയിന്റ് ലൈൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 5 ദിവസമെങ്കിലും നിങ്ങൾ കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക. ദെൻ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. വേറെ ഏതെങ്കിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ 100% നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.